ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. ആ ഫ്ലാഷ് ബാക്കിന്റെ ആദ്യത്തെ കുറെ ഭാഗം ഞാൻ തന്നെ പറയാം. ഇവരാരുടെ കൊയ്ത്തുകാരാ? ഇത് കണിയല്ല കെണിയാ. വേണ്ട വേണം വേണ്ട വേണം പോകുമല്ല വന്നപ്പോ എന്തായിരുന്നു ബഹളം? ഒക്കെ നമ്പർ ആയിരുന്നു അല്ലേ? പോണ വഴിക്ക് എന്നെ ഒന്ന് മുക്കിൽ ഇറക്കി വെക്കാം സാർ. വാ. ഇവളെന്താ ഒരുമാതിരി വാവിടുത്തെ പശുവിനെ പോലെ? ഇത് മനഃപൂർവ്വമാണ്. Thank you so much. ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? Superb decision. ഇയാൾ എവിടുത്തുകാരനാണോ? ചങ്ക പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? Thank you പ്രേക്ഷകർക്കൊക്കെ thank you. ഇനി കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. പക്ഷെ ഇത് കാണാൻ എനിക്ക് ഭാഗ്യം തന്നെ. വിഡ്ഢിത്തിരെ പറയുള്ളൂ തെണ്ടി. പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. അപ്പാനെ ഈ ഹൗസിൽ തുടരാൻ ഒട്ടും അനുയോജ്യമല്ല. വെറുതെ ചിരിപ്പിക്കരുത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കയറ്റും. സ്വന്തമായിട്ട് തിരുത്തിയിട്ട് ബാക്കിയുള്ള ചൂണ്ടിക്കാണിക്കും. നിന്റെ തിരുവായ കൊണ്ടൊന്നും പറയാണ്ടിരുന്നാ മതി. പ്രേക്ഷകർക്കൊക്കെ thank you. ശരിക്കും ബഹളത്തിനും സമയം തരാം. എല്ലാം ഓർമ്മയുണ്ടല്ലോ. തമാശരിക്കുള്ളൂ. ജോത്സ്യനാണോ? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. മസ്താനി തൂക്കി. യു ആർ എവിക്റ്റഡ്. അപ്പൊ അതിനൊരു തീരുമാനമായി. ഞാന് വരുന്നു. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. വിളച്ചിലെടുക്കല്ലേ? ചൊറി വന്നിരിക്കുമ്പോഴാ ചൊറുതണം കൊണ്ട് അടിക്കുന്ന. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞാനാ? നീ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് പ്ലീസ്. പണിക്ക് വേണ്ടിയായിരുന്നു, അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു മസ്താനി മൂവ്മെന്റ് ഡാൻസ് ചെയ്തു, ഡാൻസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഞാൻ തെറ്റാണോ? തെറ്റാണോ? നമസ്കാരം, വെൽക്കം ടു ലൈൻ കട്ട്. ഈ വീടാണോ? ഈ വീടാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിന്റെ 7ാമത്തെ ആഴ്ച 7ന്റെ പണി കിട്ടിയ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമ്മുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് വെൽക്കം മസ്താനി. കൊല്ലായിരുന്നില്ലേ? ഇങ്ങനെ വിട്ടിയാക്കുന്നതിലും വേറെ കൊല്ലായിരുന്നില്ലേ? കർമ്മ റിയൽ ആണോ? ആണോ? കിട്ടിയല്ലോ, വേഗം ഇവിടുന്ന് പോവാം. എനിക്ക് കിട്ടിയല്ലോ. കർമ്മ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താ കൊല്ലത്തും കിട്ടും. സിമ്പിൾ. എനിക്കൊരു മനപ്രയാസമില്ല കുട്ടി. കൊടുത്തതാ, കൊല്ലത്ത് കിട്ടി. പണ്ട് പിന്നെ ആയിരുന്നു. ഇപ്പൊ അപ്പൊ കഴിഞ്ഞ ആഴ്ച എടുത്തത് ഈ ആഴ്ച കിട്ടി. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. എല്ലാം ചീറ്റിപ്പോയി. പുറത്ത് നടക്കുന്ന ഒരു കാര്യം അകത്ത് ചെന്ന് പറയാൻ പാടില്ല. അപ്പൊ എന്താ എന്നോട് പറഞ്ഞേ? ഇല്ല. അകത്ത് കയറി ആദ്യം ചെയ്തത് എന്താ? ഇവൻ എന്ത് ആഫീസിൽ നടന്നാലും അപ്പൊ പുരയിലേക്ക് വിളിച്ചു പറയും. റിയൽ ആയിട്ടുള്ളതൊന്നും പറഞ്ഞല്ലോ. എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന. റിയൽ ആയിട്ടുള്ളതല്ല. മസ്താനി അകത്ത് കയറി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു. വണ്ടി എടുത്ത് വരണ്ടോ? ഞാൻ വരണ്ടോന്നുമില്ല. വുമൺ കാർഡ് അത് നന്നായിട്ട് ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം. ഇറങ്ങി വരാം. അപ്പൊ ഈ ഒനീലിന്റെ പോലുള്ള ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ടോക്ക് പോലും അത് മോശമാവുന്ന മസ്താനിക്ക് ആലോചിച്ചൂടെ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. മസ്താനി എവിക്റ്റഡ് അനൗൺസ് ചെയ്തപ്പം ഓഡിയൻസിന്റെ അടുത്തുനിന്ന് വന്ന കയ്യടി അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല. എന്നിട്ടിപ്പോ സ്റ്റേജിൽ ചെന്നപ്പോ പോലും ഒരു കയ്യടി ഉണ്ടായിട്ടില്ല. എനക്കെന്നോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. അതിനിങ്ങനെ പല്ലിറ